നല്ലൊരു ജൈവ കീടനാശിനിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റോസാച്ചെടികളിൽ ഉണ്ടാകുന്ന മുരടിപ്പ്, അതുപോലെ തന്നെ റോസാച്ചെടികളുടെ മൊട്ടുകൾ മുരടിച്ച് പോയിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ശല്യം ഉണ്ടാകുന്നതിനെ കുറിച്ച്, അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ആ മൊട്ടുകളൊക്കെ വന്ന് നീരൂറ്റി കുടിച്ചതിന് ശേഷം ആ മൊട്ടുകൾ വിരിയാതിരിക്കുക, പകുതി വിരിഞ്ഞ് നിൽക്കുക, പൂക്കൾ കരിഞ്ഞ് നിൽക്കുക, ഇങ്ങനത്തുള്ള പ്രശ്നത്തിന് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇന്നലെ ഞാൻ റോസിനെ കുറിച്ച് നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു. നല്ല സപ്പോർട്ടാണ് തന്നത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു. ഒരുപാട് താങ്ക്സ്. ഈ ഒരു റോസയുടെ മൊട്ട് നോക്കി പകുതി വിരിഞ്ഞ് നിൽക്കുന്നു, ബാക്കിയെല്ലാം നീരൂറ്റി കുടിച്ചിട്ട് ആ മൊട്ട് നശിച്ചു പോയിരിക്കുന്നു. ഇനി ഇത് വിരിയത്തില്ല, ഇങ്ങനെ തന്നെ നിന്ന് അത് ചെടികളിൽ നിന്ന് ചീഞ്ഞു പോകുന്നതായിരിക്കും. ഇങ്ങനത്തുള്ള ട്രിപ്പിൻ്റെ ശല്യം, ചെറിയ ചെറിയ ഇലപ്പേനുകളുടെ ശല്യം, ഇല ചുരുളുന്ന പ്രശ്നം, ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും, പ്രത്യേകിച്ച് നമ്മുടെ റോസകൾ ഒന്നും പച്ച പിടിച്ച് വരുമ്പോഴായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിലും മാസത്തിലും ഒക്കെ 15 ദിവസം കൂടുമ്പോഴും ഒക്കെ നല്ല നല്ല ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോകല്ലേ. വേനൽക്കാലമായാലും മഴക്കാലമായാലും ഏത് സമയത്തും നമ്മുടെ ചെടികളിലും പച്ചക്കറികളിലും ഒക്കെ കീടങ്ങളുടെ ശല്യം പെരുകുകയാണല്ലേ. ഓരോ കാര്യങ്ങളും നമ്മൾ മാറി മാറി ചെയ്തിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ചെടികൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിറയെ പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളിലാണ് നല്ല കായ്ഫലവും തരുന്നത്. ഇതുപോലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ പൂന്തോട്ടം നിറച്ച് പൂക്കളുണ്ടാവുകയും പച്ചക്കറിത്തോട്ടം നിറച്ച് കായ്കൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. നമ്മൾ എന്നും രാവിലെ ഇതിൻ്റെ ചുവട്ടിൽ ഇതിനെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ പരിചരിച്ചാൽ മാത്രമേ ഇത് നമുക്ക് നല്ലൊരു റിസൾട്ട് തരത്തുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഓരോ ദിവസവും നമ്മുടെ ചെടികളിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് നല്ല നല്ല ജൈവവളങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല കീടനാശിനികളും പ്രയോഗിച്ചു കൊടുക്കണം. നമ്മുടെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവ കീടനാശിനികൾ മാറി മാറി പരീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കെമിക്കലൊക്കെ യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അധിക നാൾ ഒന്നും ഉണ്ടാവത്തില്ല. വല്ലപ്പോഴും ഒക്കെ നമുക്ക് കെമിക്കലായിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാലും അത് അതിര് കിടക്കരുത്. അതുപോലെ തന്നെ ഡെയിലി അത് ഇതുപോലെ ഉപയോഗിക്കാനും ശ്രമിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ റോസാ ചെടികളാണെങ്കിലും ഏത് പൂക്കുന്ന ചെടികളാണെങ്കിലും ഇത് ഉപയോഗിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്ന 2 ക്യാപ്സൂളാണ് കേട്ടോ, ഈ ഒരു കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ക്യാപ്സൂൾ നമ്മളിത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുന്നതല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇത് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഈ കർപ്പൂരം നമ്മൾ ചെടികളിലൊക്കെ തളിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കൊണ്ട് കീടങ്ങളൊക്കെ പറന്നു പോകും. അപ്പോൾ എല്ലാവരും ചോദിക്കും, കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ നശിച്ചു പോയില്ലെന്ന്. ഒരിക്കലുമില്ല. ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കീടനാശിനിയല്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് വരികയും ചെയ്യും. കീടശല്യവും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരും അല്ലേ. അല്ലാതെ മുരടിപ്പും മുട്ട് കൊഴിഞ്ഞു പോകലും മുട്ട് മുരടിച്ചു പോകലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ റോസാ ചെടി ഒരുപാട് പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ അത് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബഡ് റോസുകൾ, നേഴ്സറി റോസുകൾക്കാണ് ഈ ഒരു പ്രശ്നം ധാരാളമായി കണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ 2 ക്യാപ്സൂൾ കർപ്പൂരത്തിൻ്റെ 2 ക്യാപ്സൂൾ എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചു. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അത് അലിയാനൊന്നുമല്ല, ആ സ്മെല്ലെല്ലാം ഒന്ന് അതിൽ വെള്ളത്തിലോട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എന്നിട്ടത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ആ വെള്ളത്തോടു കൂടി അരിപ്പയിലോട്ട് അരിച്ചെടുക്കുക. അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്കിനി വേണ്ടത്. പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കണേ. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം പറയാതെ തന്നെ മിക്കവർക്കും അറിയാവുന്നതാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നതും കീടശല്യം ഒരുപാട് ഒഴിവായി പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, മുളക് പൊടിയോ? മുളക് പൊടി ഇടാം, ഒരു പ്രശ്നവുമില്ല. ഇതില്ലെങ്കിൽ നമുക്ക് കാന്താരി മുളക് ഒരു 5, 8, 10 കാന്താരി മുളക് എടുക്കാം. ഇല്ലെങ്കിൽ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുക്കാം. ഇതിലേത് 3 വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 3-ൽ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. 3ഉം കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യരുത്. അപ്പം ഞാൻ എടുത്തേക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിനകത്തേക്കാണ് ഈ 2 കൂട്ടവും ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞ് ആ കഞ്ഞിവെള്ളത്തിലോട്ട് ചേരുന്നതായിരിക്കും. എന്നിട്ട് ഞാനത് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു.
ഇത് നമുക്ക് അന്നേരം തന്നെ യൂസ് ചെയ്യാനുള്ളതാണ്, പിന്നത്തേക്ക് വെച്ചേക്കാനുള്ളതല്ല. പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഇട്ട് അന്നേരം തന്നെ തളിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ല എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ കറക്റ്റ് കണ്ടതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കുക, എന്നാലേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ റോസ പോലുള്ള ചെടികൾക്ക് മാത്രമല്ല, എല്ലാ പൂച്ചകൾക്കുമുള്ള ഇങ്ങനത്തെ രോഗങ്ങളും കീടശല്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിച്ചു കൊടുക്കാം. പച്ചക്കറികൾക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഇലപ്പേനിൻ്റെ ശല്യം, ട്രിപ്പിൻ്റെ ശല്യം, അതുപോലെ തന്നെ ഇല ചുരുളിമ ഇതെല്ലാം ധാരാളമായി കാണുന്നുണ്ട്. അതിനൊക്കെ വളരെയധികം നല്ലതാണ്. 15 ദിവസം കൂടുമ്പോൾ ഇത് നിങ്ങൾക്ക് ചെടികളിൽ ഡയറക്റ്റ് തളിച്ചു കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എൻ്റെ ഈ റോസകളൊക്കെ ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ നേഴ്സറിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് അധികമായില്ല. അങ്ങനെ വരുന്ന റോസകൾക്കാണ് കൂടുതലും. ആദ്യം ഒന്ന് പൂ വിട്ടു, പിന്നത്തെ പൂ വന്നതിന് ശേഷമുള്ള സമയങ്ങളിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ 2-3 റോസയുണ്ട്, അതിനൊക്കെ ഞാൻ ഇതുപോലെ തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വേറൊരു റോസിൽ നല്ല കട്ടയ്ക്ക് പൂ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു മുട്ടിനൊരു പ്രശ്നമാണ് നിങ്ങളെ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഡയറക്റ്റാണ് തളിച്ചു കൊടുക്കുന്നത്. ഓരോ ജൈവ കീടനാശിനിയും ഓരോ രീതിയിൽ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ കീടശല്യം മാറി നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ നല്ല ജൈവവളങ്ങൾ മാറി മാറി കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല പൂവിടുകയും കായ്ഫലം, പച്ചക്കറികളാണെങ്കിലും കായ്ഫലം തരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. 15 ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി, യാതൊരു ദൂഷ്യവും ചെടികൾക്ക് ഉണ്ടാവില്ല. എൻ്റെ ചെടികൾക്ക് ഞാൻ ഡയറക്റ്റാണ് തളിച്ചു കൊടുക്കുന്നത്, നിങ്ങളെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.